Hi friends, welcome to JINCY'S Academy. നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? ചൗ എൻ ലായ് ആണ് കറക്റ്റ് ആൻസർ. ചൗ എൻ ലായ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കാം. പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പിയും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും തമ്മിലാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. ചൈനയിലെ പെക്കിംഗ്, എവിടെയാണ്? ചൈനയിലെ പെക്കിങ്ങിൽ വെച്ചാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത്. നമുക്ക് ഒന്നും കൂടെ പഠിച്ചു പോകാം. പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും തമ്മിലാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. ചൈനയിലെ പെക്കിങ്ങിൽ വെച്ചാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ അത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്താണ്? റിസർവ് ബാങ്ക്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പഠിക്കാം. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1934 RBI ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നു. 1949 ജനുവരി 1 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBI ദേശാത്കരിച്ചു. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് 1949 റിസർവ് ബാങ്കിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു. ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയും. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ചെയർമാൻ ഓസ്ബോൺ സ്മിത്ത്. RBI ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഇനി നമുക്ക് റിസർവ് ബാങ്കിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. റിസർവ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പന. ഇന്ത്യക്കാരനായ ആദ്യ RBI ഗവർണർ CD ദേശ്മുഖ് ആണ്. നിലവിലെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. RBIയുടെ 25ാമത്തെ ഗവർണറാണ് അദ്ദേഹം. അപ്പം നമ്മൾ പഠിച്ചുപോയ കാര്യങ്ങൾ ഒന്നും കൂടെ പഠിക്കാം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1934 RBI ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. 1949 ജനുവരി 1 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBI ദേശാത്കരിച്ചു. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് 1949 റിസർവ് ബാങ്കിൻ്റെ ആദ്യ ചെയർമാൻ ഓസ്ബോൺ സ്മിത്ത് ആണ്. RBI ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്കിൻ്റെ പ്രത്യേകതകളാണ്: ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. ഇന്ത്യക്കാരനായ ആദ്യ RBI ഗവർണർ CD ദേശ്മുഖ്. നിലവിലെ RBI ഗവർണർ ശക്തികാന്ത് ദാസ്. 25ാമത്തെ ഗവർണറാണ് അദ്ദേഹം. RBI സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. നേരത്തെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നും കൂടെ കണക്ട് ചെയ്യാം. RBI സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈ. RBI സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും എല്ലാവരും നന്നായി പഠിക്കുക. ബെസ്റ്റ് വിഷസ്.